everyone, welcome back to Xylem Learning Anatomy ആണ്. അപ്പൊ മക്കളെ നമ്മുടെ EVS ഓരോ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് നമ്മളിപ്പോ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ബോയ്സ് ടെൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രധാനമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ കാർവിംഗ് ഇൻ ദ wall. What kind of tools would have been used for such fine carving? അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൊത്തുപണികളൊക്കെ എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്തെല്ലാം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെ എഴുതാൻ പറ്റും? ദീസ് കാർവിംഗ്സ് വുഡ് ഹാവ് ബീൻ മെയ്ഡ് യൂസിങ് ചിസൽ ആൻഡ് ഹാമർ. നമുക്കറിയാം അല്ലെ, ഈ ചുറ്റിക, ഉളി, അതൊക്കെ എന്താണ്, നമ്മൾ ഇതുപോലെ തന്നെ ധാരാളം കൊത്തുപണികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ആണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു കൊത്തുപണി അല്ലെങ്കിൽ ആ ഒരു കാർവിംഗ്സും നിർമ്മിച്ചിരിക്കുന്നത്. വിച്ച് വെയർ മെയ്ഡ് അപ്പ് ഓഫ് അയൺ. അയൺ കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉളി അതുപോലെ തന്നെ ഹാമർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫാക്ടറീസ് യു ക്യാൻ സീ? ഹൗ മെനി പീപ്പിൾസ് ആർ വർക്കിംഗ് ദർ? വാട്ട് ആർ ദേ ഡൂയിങ് ആൻഡ് വാട്ട് ആർ ദേ വെയറിംഗ്? ഹൗ ലോങ് ഡു യു തിങ്ക് ദേ വർക്ക്? അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ചുറ്റും ധാരാളം ഫാക്ടറീസ് ഉണ്ട് അല്ലെ. നമുക്ക് പല ഈ പറയുന്ന പാത്രങ്ങളും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോത്ത്സ്, അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ധാരാളം ഇതുപോലെ കുറെ ആൾക്കാർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം ഫാക്ടറികളുണ്ട്. അപ്പൊ ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ് മക്കളെ? ഹൗ മെനി പീപ്പിൾസ് ആർ വർക്കിംഗ് ദർ? അവിടെ എത്ര മക്കള് അല്ലെങ്കിൽ എത്ര മക്കളല്ല, അവിടെ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും? അതുപോലെ തന്നെ അവരെന്താണ് അവിടെ ചെയ്യുന്നത്, അവരെന്താണ് ധരിക്കുന്നത്, അതുപോലെ തന്നെ അവർ എത്ര കാലം അവിടെ ഉണ്ടാവും എന്നൊക്കെ നമ്മളോടൊന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആൻസർ നമുക്കിത് ഇത്തരത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. I can see several factories where clothes, utensils and idol are being made. അതായത് നമ്മൾ പാത്രങ്ങൾ, വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഡ്രസ്സുകളും അതൊക്കെ നിർമ്മിക്കുന്ന ധാരാളം ഫാക്ടറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. About 30 people are working in the factory. 30-ലധികം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. They are working with their tools. അവർക്ക് വർക്ക് ചെയ്യാൻ അതിൻ്റെതായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടാവും. They are wearing a dhoti with a shirt. അതായത് നമ്മുടെ മുണ്ട് ഷർട്ടൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. I think they work for a long hours right from the early morning to ലേറ്റ് ഈവനിങ്. അവർ എത്ര കാലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന രാവിലെ തൊട്ട് അതുപോലെ തന്നെ വൈകുന്നേരം വരെയാണ് അവരവർ വർക്ക് ചെയ്യുന്നത്. ഇനിയും എത്രയോ വർഷങ്ങൾ അവരവിടെ വർക്ക് ചെയ്യും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും ഡ്യൂട്ടിയാണ് ഈ പറയുന്ന ഫാക്ടറിയിലുള്ള ആൾക്കാർക്കുള്ളത്. അവരുടെ ധരിക്കുന്ന ആ ഒരു ഡ്രസ്സിനെ പറ്റി, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ചോദ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സും സെറ്റ് ആക്കി പഠിക്കുക, ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അടിപൊളിയായിട്ട് ഉത്തരം എഴുതാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.